കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കാണാനിടയായി. വേറൊന്നുമില്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 മക്കളുടെ അച്ഛനാണെന്ന ഗുരുതരമായൊരു ആരോപണം വന്നത് ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും അതിൻ്റെ വേരുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അത് പിന്നാലെ പറയാം. രാഹുൽ ഗാന്ധിക്ക് മക്കൾ 100 ആണെങ്കിലും നിങ്ങൾക്ക് എന്താ എന്നാണ് തിരികെ ചോദിക്കാനുള്ളത്. മക്കളുള്ളവരെ, വിവാഹം കഴിച്ചവരെ നിങ്ങൾ പാർലമെന്റിനകത്തേക്ക് കയറ്റില്ലേ? അതോ BJP-ക്കാർക്ക് മക്കളുള്ളവരോട് അയിത്തമുണ്ടോ എവിടെയെങ്കിലും? അതാദ്യം വ്യക്തമാക്കണം. ദി ബ്ലിറ്റ്സ് എന്ന മാഗസിൻ്റെ ലേഖനം അപ്പാടെ ഏറ്റെടുത്ത തരത്തിലാണ് ഈ പോസ്റ്റുകളെല്ലാം ഇന്ത്യയിൽ പരക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും വന്ന ഒരെണ്ണം തികച്ചും വ്യാജൻ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത് വംശീയ ആക്രമണം എന്നൊക്കെ വലിയ വായിൽ കരയുന്ന ജന്മഭൂമിയും അത് അതേപടി വിഴുങ്ങുന്ന സംഖ്യക്കുട്ടന്മാരുടെ ഓൺലൈനുകളും ഒരു ദിവസം മടിച്ചു നിന്നു ഒന്നും മനസ്സിലാക്കാതെ. പിന്നെ കേൾക്കേണ്ട താമസം അതെടുത്ത് അതേപടി വിഴുങ്ങി. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു വ്യാജ വാർത്തയാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ചോദ്യം. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇറ്റ് വീഴ് കിട്ടാൻ നോക്കുന്ന BJP അനുകൂല മാധ്യമങ്ങളും മറ്റും ഈ വ്യാജ വാർത്ത യാതൊരുവിധ ഫാക്ട് ചെക്കിംഗ് നടത്താതെ അതേപടി പുറത്തുവിട്ടു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 മക്കളുടെ അച്ഛനാണെന്ന ബംഗ്ലാദേശിൽ നിന്നും വന്ന ഒരു പോസ്റ്റ്. ഗുരുതരമായ ആരോപണം തന്നെയാണ് മാഗസിൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തുന്നത്. എന്നാൽ ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങൾ, അർത്ഥശൂന്യമായ കാര്യങ്ങൾ, അതുതന്നെയാണ് ഈ വിദേശ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. ചില ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തേതല്ല, പഴയതാണ്. മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇതേപ്പറ്റി അഭിപ്രായം പറയാത്തതെന്ന് ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമുഖ BJP നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വേറെ ഒരു പണിയുമില്ലാത്തതുകൊണ്ടാണ്. ബംഗ്ലാദേശ് വഴി പണി വന്നതിൻ്റെ കൊട്ടേഷൻ എവിടെ നിന്നും ഉറപ്പിച്ചതാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്നാണ് പ്രമുഖ BJP നേതാവിൻ്റെ ആരോപണം. ചിലർ പറയുന്നു ഇറ്റലിക്കാരനാണെന്ന്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകൻ, മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം BJP-ക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെന്നത് വളരെ ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാരണവും കിട്ടാതെ നിൽക്കുമ്പോൾ ഇതേപോലുള്ള വൃത്തികെട്ട വ്യാജവാർത്തകൾ ഏറ്റുപിടിക്കാൻ BJP-ക്കല്ലാതെ ഉളുപ്പ് വേറെ ആർക്കുമില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദി അല്ല, രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. അതൊന്നും ഇനി ഭരണഘടന പൊളിച്ചു മാറ്റാനും പറ്റില്ല. ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഓരോ യാത്രകളും പ്രസംഗങ്ങളും ഓരോ കൂടിക്കാഴ്ചകളും അദ്ദേഹത്തെ ഇന്നുവരെ അവഗണിച്ചിരുന്ന, അപഹസിച്ചിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വാർത്തയും ചർച്ചാ വിഷയവുമാണ്. അതൊന്നും BJP-ക്ക് കിട്ടുന്നില്ല എന്നതാണ് അവിടുത്തെ സങ്കടം. BJP-യുടേത് പരാജയത്തോട് സമാനമായ വിജയം തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടേത് വിജയത്തോട് സമാനമായ പരാജയമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതായത് BJP-യേക്കാൾ എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണി തന്നെയാണ്. അതിൻ്റെ തലവൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ പുതിയ ആരോപണങ്ങളുമായി BJP ഇത്തരം വൃത്തികെട്ട യാതൊരു കഴമ്പുമില്ലാത്ത വാർത്തകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. അപഹാസ്യമെന്നും ശുദ്ധ അസംബന്ധമെന്നും മണ്ടത്തരമെന്നും ഒക്കെ ഇതിനാർക്കും എങ്ങനെയും പേരിട്ട് വിളിക്കാം. അതാണ് BJP. വെറും ഫോട്ടോകൾ മാത്രം കാട്ടി ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് എന്ന ഒരു ചോദ്യത്തിനെങ്കിലും രാജ്യത്തെ BJP നേതാക്കൾ ഒന്ന് മറുപടി നൽകണം. स्वागत के लिए आप सबको बहुत बहुत धन्यवाद। साथ हमारे कौन चलेगा, बोल साथ हमारे कौन चलेगा, बोल साथ हमारे कौन चलेगा, बोल साथ। सबसे ज्यादा प्यार आपको मध्य प्रदेश में मिलेगा।